രക്തമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കൽ ഹിജാമ ചെയ്തപ്പോൾ, ഹിജാമ ശരീരത്തിലെ ദുഷിച്ച രക്തം എടുത്തു കളയുന്ന സുന്നത്തായ ഒരു ട്രീറ്റ്മെന്റ്, കൂലി കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ യഥേഷ്ടമായി തുടങ്ങി. അൽഹംദുലില്ലാഹ്, വളരെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണ്, പാരമ്പര്യമായ ഒരു ചികിത്സയാണത്. ശരീരത്തിലെ മോശപ്പെട്ട രക്തം ഒഴിവാക്കിയെടുക്കുന്ന, രക്തം കുത്തിയെടുക്കുന്ന ആ ഒരു രീതി ഹിജാമ എന്ന് നിബിധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹിജാമ അത് സുന്നത്താണെന്ന് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് ഹിജാമ ചെയ്തപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അവിടെയുണ്ട്. ഇബ്നു സുബൈറിനെ വിളിച്ചു നിബിധങ്ങൾ റളിയല്ലാഹു അൻഹു, ഇബ്നു സുബൈറേ, ഈ രക്തം ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി നിങ്ങൾ ഒഴിച്ചു കളയണം. സ്വഹീഹായ ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്. നിങ്ങൾ ഈ രക്തം ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളയണം. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അത് ഒഴിക്കാൻ വേണ്ടി പോയി. മദീനയുടെ ഒരു ഊടുവഴികളിലൂടെ പോകുമ്പോ ഒരു കപ്പിൽ ഹബീബായ നബി തങ്ങളുടെ ആ പുണ്യമായ ശരീരത്തിൽ നിന്ന രക്തമാണത്. ഹബീബിന്റെ ദുഷിച്ച രക്തമില്ലല്ലോ, ഹബീബിന്റെ എല്ലാ രക്തവും പുണ്യമല്ലയോ? അവിടുത്തെ ശരീരം പുണ്യമാണ്, അവിടുത്തെ തലമുടിയും ശരീരത്തിലെ രോമങ്ങളും പുണ്യമാണ്, അവിടുത്തെ വിയർപ്പിന് സുഗന്ധമായിരുന്നുവല്ലോ. ആ ചെറിയ മോന്, 10 വയസ്സുള്ള മോൻ, അന്ന് ആരാരും കാണാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ രക്തം കുടിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ അതറിഞ്ഞു. നിബിധങ്ങൾ ആ മോൻ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, ഇബ്നു സുബൈറേ, എവിടെയാണ് നിങ്ങൾ ആ രക്തം കൊണ്ടുപോയി കളഞ്ഞത്? നബിയേ, ഞാൻ ആരും കാണാത്തിടത്തേക്ക് അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫളഹിക റസൂലുള്ളാഹ്, നിബിധങ്ങൾ അത് കേട്ടുകൊണ്ട് ചിരിച്ചു. നിബിധങ്ങൾക്കറിയാമത് ഈ മോൻ കുടിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ ഹബീബ മോനോട് പറഞ്ഞു, മോനെ ഇബ്നു സുബൈറേ, വൈലുൽ ലക മിനന്നാസ് വവൈലുൽ ലിന്നാസി മിൻക ലാ തമസ്സകന്നാർ. ഇബ്നു സുബൈറേ, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പരീക്ഷണം നേരിടേണ്ടി വരും. ജനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പരീക്ഷണം നേരിടേണ്ടിയും വരും. എന്നാൽ ലാ തമസ്സകന്നാർ, നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല, നിങ്ങളുടെ ശരീരത്തിന് ഇനി നരകമില്ല. ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ആ രക്തമാണ് അകത്തായത്. അത് പുണ്യമാണ്, ശറഇന്റെ കാഴ്ചപ്പാടിൽ പുണ്യകരമായ ഒരു കാര്യമാണിത്. എന്നാൽ നിബിധങ്ങൾ എന്റെ രക്തം കുടിക്കണമെന്ന് ആരോടും പറഞ്ഞതല്ല. സ്വഹാബിമാർ ആ സ്നേഹം പ്രകടിപ്പിച്ചു. സ്വഹാബിമാരാ സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെ. നിബിധങ്ങൾ അതിനെ ശരിവെച്ചു, നിബിധങ്ങൾ അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ആരുടെയും രക്തം കുടിക്കണമെന്നല്ലേ പറഞ്ഞത്, ഹബീബിന്റേത് സ്വഹാബിമാര് ചെയ്തിട്ടുണ്ട്, അത് നിബിധങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും. ദീനും അള്ളാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും മുസ്ലിമായ ഒരാൾ ഈ സംസാരം കേൾക്കും, ഒരുപക്ഷെ ഇസ്ലാമിനെ തന്നെ കളിയാക്കിന്ന് വരും. ഇതൊന്നും പ്രശ്നമല്ല, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇത് മുത്തുനബിയാണ്, ഹബീബാണ്. ഹബീബിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ, നിബിധങ്ങൾ അതിന് കൊടുത്ത സമ്മാനമാണ്. ലാ തമസ്സകന്നാർ, ലാ തമസ്സുകന്നാർ, നരകം നിങ്ങളെ തൊടില്ല. ഇബ്നു സുബൈറേ, വലിയ അത്ഭുതമായ സ്വഹാബിയാണിത്, രക്തസാക്ഷിയായ സ്വഹാബിയാണ്, മക്കയിൽ വെച്ച് ഷഹീദായ സ്വഹാബിയാണിത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിയുടെ പ്രിയപ്പെട്ട മോൻ.